നന്നായിട്ടാണ് അപ്പോസ്തലൻ അത് എഴുതിയിരിക്കുന്നത്. ദൈവകൃപയിൽ വളരുന്നതിന്റെ ഒരു കഴിഞ്ഞകാല അനുഭവം നോക്കിയാട്ടെ. 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, നമുക്ക് ദൈവകൃപ ഉദിച്ചു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അതാണ് നമ്മളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല അനുഭവം. ദൈവത്തിന്റെ കൃപ നമ്മളുടെ മേൽ വരാനിടയായി തീരുന്നത്. ഇറ്റ്സ് എ പാസ്റ്റ് എക്സ്പീരിയൻസ്. എന്നാൽ ഇപ്പോഴോ പ്രസന്റ് 13-ാമത്തെ വാക്യം നോക്കിയാട്ടെ. നമ്മുടെ പ്രത്യക്ഷത കാത്തുകൊണ്ട് ഭക്തിയേടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്, ഞാൻ പറയട്ടെ, 3 വാക്കുകൾ പറയട്ടെ. ഈ ലോകത്തിൽ, ദാറ്റ് ഈസ് നൗ, ഇപ്പോൾ, പ്രസന്റിൽ എങ്ങനെയായിരിക്കണം? ദൈവഭക്തിയോടുകൂടെ നാം ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ കാലം ദൈവകൃപ അനുഭവിച്ച നാം ഇപ്പോൾ ലോകത്തിൽ, എങ്ങനെയുള്ള ലോകത്തിൽ എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ടല്ലേ, ഈ ലോകത്തിൽ ദൈവഭക്തിയോടുകൂടെ അനുദിനം ജീവിക്കുന്നവരാകണം. അങ്ങനെ നമ്മുടെ ഭാവി എന്താണ്? 12-ാമത്തെ വാക്യം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട്, അപ്പോൾ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്, അപ്പോൾ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന വലിയൊരു പ്രത്യാശ. അപ്പോൾ ദൈവഭക്തിയിലേക്ക് വളരുന്ന നമ്മളുടെ ബേസ് ഒന്ന്, നമുക്ക് ദൈവകൃപ ലഭിച്ചു, ദൈവഭക്തിയോടെ ഈ ലോകത്തിൽ ജീവിക്കുന്നു, യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ അവിടെ ഒരു വാക്ക് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവകൃപ ഉദിച്ചുവല്ലോ. എന്താണ് അപ്പോസ്തലനിൽ ദൈവകൃപ? അതിൽ ദൈവഭക്തന് നിൽക്കുന്നത് എവിടാണ്? ദൈവകൃപയുടെ മുകളിലാണ്. എന്താണ് ഈ വലിയ ദൈവകൃപ നമ്മൾക്ക് വേണ്ടി ചെയ്തതെന്ന് വേഗത്തിൽ നോക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഒന്ന്, ഈ കർത്താവ് നമ്മളെ രക്ഷിച്ചു. അതാണ് നമ്മൾ അനുഭവിച്ചത്. അത് 14-ാമത്തെ വാക്യത്തിൽ അത് വീണ്ടും ഒന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, വായിക്കട്ടെ. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും, അടുത്ത വാക്ക്, വീണ്ടെടുത്തു. അപ്പോൾ ഈ വലിയ ദൈവകൃപ നമുക്ക് ചെയ്ത ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൻ നമ്മെ രക്ഷിച്ചു. തനിയെ രക്ഷിക്കാൻ കഴിയാത്തവരാണ് നാം. കൃപ ലഭിപ്പാൻ യോഗ്യതയില്ലാത്തവരായിരുന്നു നാം. എന്നാൽ ദൈവത്തിന്റെ കൃപ പാപി കണ്ടെത്തിയ ഒരു കാര്യമല്ല ദൈവകൃപ. അല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം അന്വേഷിച്ച് കണ്ടെത്തിയതൊന്നല്ല. പിന്നെ എവിടെയാണ്? കർത്താവിന്റെ ജീവിതം, അവൻ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റത് മൂലം ദൈവകൃപയാൽ നമുക്ക് ലഭ്യമായി തീർന്ന ഒന്നത്രേ ഈ രക്ഷ എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇത് സകലരും ഇത് അനുഭവിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലന്റെ ആഗ്രഹം. അത് നമ്മൾക്ക് 1 തിമോത്തിയോസിന്റെ 2-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ടല്ലേ, സകലരും രക്ഷ പ്രാപിക്കണം, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്റെ വലിയ ഒരു ദൈവത്തിന്റെ താല്പര്യം അതാണ്, സകലരും, ദ സാൽവേഷൻ ഈസ് ഓപ്പൺ ഫോർ ഓൾ. പക്ഷെ അവിടെ കൊണ്ട് അവസാനിക്കുന്നല്ല എന്ന് ആ കൊച്ചുവാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, സകലരും രക്ഷ പ്രാപിപ്പാനും അതിന്റെ പരിജ്ഞാനത്തിൽ. അപ്പോൾ ഇത് അനുദിന ജീവിതത്തിൽ വളർന്നു വരാൻ ഇടയായി തീരണം. ഈ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ തന്നെ ആ രക്ഷയുടെ ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുക്കം ഒറ്റ വാക്യം കൊണ്ട് പറഞ്ഞിരിക്കുന്ന സാവകാശം നോക്കിയാട്ടെ. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. പിന്നെ സൽപ്രവൃത്തി ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് വിശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അതാണ് ഒന്നാമത്തെ. എങ്ങനെയാണ് അവൻ നമ്മെ രക്ഷിച്ചത്, വീണ്ടെടുത്തത്? തന്നെത്താൻ നമുക്ക് വേണ്ടി നൽകി. ഹി ബിക്കെയിം അവർ സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്ക് വേണ്ടി ഒരു പകരക്കാരനായി തീർന്നാണ് കർത്താവ് നമ്മെ രക്ഷിച്ചത്. നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന വളരെ ലീനായിട്ടുള്ള ബലം കുറഞ്ഞ ഒരു സ്കൂൾ ബോയ്, ശങ്കർ എന്നാണ് പേര്. സ്കൂളിലെ കുട്ടികളൊക്കെ വില്ലേജിൽ നിന്ന് വരുന്നത് കൊണ്ട് വളരെ മോശം സ്വഭാവക്കാരാ. അധ്യാപകർ പറയുന്നത് പോലും കേൾക്കത്തില്ല. അങ്ങനെ ഇരിക്കെ ആ സ്കൂളിൽ ഒരു പുതിയ അധ്യാപകൻ വന്നു. അദ്ദേഹം സ്കൂളിന്റെ സ്ഥിതി ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നിയമം കൊണ്ടുവന്നു.
അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇനി എല്ലാവർക്കും ശിക്ഷയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ തെറ്റുകൾക്കും അതിൻ്റെതായ നിലയിലുള്ള ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ക്രമീകരിച്ചു. കാര്യങ്ങളൊക്കെ കുറച്ച് ക്രമീകരണമായി നന്നായി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശങ്കർ എന്ന് പറയുന്ന ഒരു പയ്യൻ അവന്റെ കൂട്ടുകാരന്റെ ഉച്ചക്കത്തെ ഭക്ഷണം കൊണ്ടുവന്നത് എടുത്തു കഴിച്ചു. അവൻ നോക്കിയപ്പോൾ ഭക്ഷണം കാണുന്നില്ല. പോയി പറഞ്ഞു, സാറിനോട് പറഞ്ഞു. പക്ഷെ അവനെ വിളിപ്പിച്ചപ്പോൾ, ഹെഡ് മാസ്റ്ററിനെ വിളിപ്പിച്ചപ്പോൾ പറഞ്ഞു, സാറേ ഞാൻ 2 ദിവസം വല്ലതും കഴിച്ചിട്ട് വളരെ വല്ലാതെ അങ്ങ് വിശന്നത് കൊണ്ട് ഞാൻ അവനോട് ചോദിക്കാതെ എടുത്ത് കഴിച്ചു പോയതാ. സമ്മതിക്കാൻ പറ്റുന്ന കാര്യമാണ്. സാറും പറഞ്ഞു, ശരിയാ, പക്ഷെ നീ ചെയ്തത് തെറ്റാ, അതിനൊരു ശിക്ഷയുണ്ട്, അത് തരാതിരിക്കാൻ പറ്റത്തില്ല, അതിന് നീ അടി മേടിച്ചേ പറ്റത്തുള്ളൂ. അസംബ്ലി വിളിച്ചു കൂട്ടി. ശങ്കറിനെ മുമ്പിലോട്ട് വിളിച്ചു കൊണ്ടുവന്ന് നിർത്തി. അവന്റെ ശരീരവും പ്രകൃതിയും, കാരണം മിക്കപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ഒരു വീട്ടിലെ അല്ല, വളരെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു പയ്യൻ. അധ്യാപകൻ അനുവദിച്ചിരിക്കുന്ന അടി കൊണ്ടേ പറ്റത്തുള്ളൂ. അവൻ മുമ്പിൽ വന്ന് നിന്നിട്ട് അധ്യാപകൻ അടിക്കാനും തോന്നുന്നില്ല. എന്തോ ചെയ്യും? പറഞ്ഞും പോയി, വാക്കുമാറാൻ പറ്റത്തില്ല. വേറെ ഒരാളിന് നാളെ എക്സ്ക്യൂസ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ നിൽക്കുക. അദ്ദേഹത്തിന് അടിക്കണമെന്നുണ്ട്, അടിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കൊച്ചന്റെ ശരീരത്തോട്ട് നോക്കിയാൽ അടിക്കാൻ തോന്നത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കുറെ നാളായിട്ട് അവിടെ പഠിച്ചു തോറ്റു കിടക്കുന്ന വേറെ ഒരു പയ്യനുണ്ട്. അവൻ നല്ല ശരീരമൊക്കെ ഉള്ളവന്. അവന്റെ പേര് സുരേഷ് എന്നാ. നേരെ അങ്ങ് മുമ്പിലോട്ട് ചെന്നതിന് ശേഷം കൈ നീട്ടിയിട്ട് പറഞ്ഞു, സാറേ ശങ്കറിനെ അടിക്കണ്ട, സാറിന് അടിക്കാനുള്ള അടി മൊത്തം എന്നെ അങ്ങ് അടിച്ചോ. അവൻ കൈ അങ്ങ് നീട്ടിക്കൊടുത്തു. അവനെ അടിക്കാനുള്ള കെപ്പവനില്ല, പക്ഷെ ഞാൻ കൊണ്ടോളാം, സാർ എന്നെ അടിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് അതാ. സകല പാപത്തിന്റെയും പരിഹാരമായി ഞാൻ ഏൽക്കേണ്ടുന്ന അടി മുഴുവൻ അവൻ തന്റെ ശരീരത്തിൽ, അവിടെ വാക്ക് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, തനിക്ക് ശുദ്ധീകരിക്കണം, തന്നെത്താൻ നമുക്ക് വേണ്ടി ഹി ബിക്കെയിം എ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ആയിരിക്കേണ്ട സ്ഥലത്ത് പകരക്കാരനായി അവൻ നമുക്ക് വേണ്ടി ആയി തീർന്നു. അതുകൊണ്ടാണ് മുൻപോട്ടുള്ള അധ്യായങ്ങളിലൊക്കെ, മാത്രമല്ല പലയിടങ്ങളിൽ പറഞ്ഞിട്ട് 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മുമ്പേ നാമും, ദാറ്റ് വാസ് അവർ പാസ്റ്റ് ലൈഫ്, മുമ്പേ നാമും ബുദ്ധികെട്ടവർ, അനുസരണമില്ലാത്തവർ, വഴിതെറ്റി നടക്കുന്നവർ, നാനാമോഹങ്ങളിൽ ഭോഗമുള്ളവർ, അധീനരും, ഈർഷ്യ, അസൂയ ഇതൊക്കെ കാലം കഴിക്കുന്നവരും, ദോഷിതരും, അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നല്ലോ. എന്നാൽ അടുത്ത വാക്ക്, എന്നാൽ ബട്ട് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല തന്റെ കരുണാധിക്യ പ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പോൾ അവൻ നമ്മെ രക്ഷിച്ചത് അവന്റെ കരുണയാലാണ്. സകല അധർമ്മത്തിൽ നിന്നും അവൻ നമ്മെ വീണ്ടെടുത്തു. അങ്ങനെയാണല്ലോ 2:14 നമ്മൾ കണ്ടത്. ഒന്ന്, അവൻ നമ്മെ തന്നെത്താൻ നമുക്ക് വേണ്ടി പകരമായി കൊടുത്തിട്ട് അവൻ നമ്മെ വീണ്ടെടുത്തു ഒന്ന് ചെയ്ത്. അപ്പോൾ എന്താണ് വീണ്ടെടുത്തത്? സകല അധർമ്മത്തിൽ നിന്നും അവൻ നമ്മെ വീണ്ടെടുത്തു. അപ്പോൾ ഈ അധർമ്മം എന്ന് പറയുന്നത് ലോലെസ്നെസ് ആണ്. അപ്പൊ നിയമം അനുവർത്തിക്കാത്തതാണ് അധർമ്മം. നേരത്തെ നാം ദൈവ നിയമത്തിന് എതിരായിരുന്നു, അതിനോട് മുഖം തിരിച്ചവരായിരുന്നു. പക്ഷെ കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവരായി തീരുമ്പോൾ എന്ത് വേണമെന്ന് അതിന്റെ ഇടയ്ക്കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞ വാചകം വന്നതുകൊണ്ടൊന്ന് പറഞ്ഞു പോക്കോട്ടെ. അപ്പം ശ്രദ്ധിച്ചാട്ടെ, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു എന്ന് പറഞ്ഞ് അവിടെ കോമയും കുത്തുമൊന്നുമില്ല, ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സൽപ്രവർത്തികൾ എന്ത് വേണം? ശുഷ്കാന്തി ഉള്ളവരാകണം. ഈ സൽപ്രവൃത്തി ആവർത്തിച്ച് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിന്റെ ഇടയ്ക്ക് അതൊന്ന് നോട്ട് ചെയ്തങ്ങ് പറഞ്ഞങ്ങ് പോകട്ടെ, പിന്നീട് അത് വരാത്തത് കൊണ്ട്. 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് സൽപ്രവൃത്തികൾക്ക് മാതൃക, ഇവിടെ നമ്മൾ വായിച്ചു സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കിയാട്ടെ, സൽപ്രവൃത്തിക്ക് ഒരുങ്ങിയിരിപ്പാനും. ഇനി അതിന്റെ 8-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ വരി നോക്കിയാട്ടെ, സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ. ഇനി 14-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം നോക്കിയാട്ടെ, സൽപ്രവൃത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ. ഞാനത് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സൽപ്രവർത്തികളിൽ എങ്ങനെയായിരിക്കണം. EGM ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ഒരു സ്ലോഗൻ ഞാൻ കേട്ടല്ലോ, സബ്കോ ഘർ സബ്കോ ശിക്ഷ, അല്ലെ? ഇത് അനുവർത്തിക്കപ്പെട്ട് തീരണമെന്നുണ്ടെങ്കിൽ അനേകര് കർത്താവ് നമ്മളെ രക്ഷിച്ചതിന്റെ ഉദ്ദേശവും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അവൻ നമ്മെ വീണ്ടെടുത്തു, സകല അധർമ്മത്തിൽ നിന്നും നമുക്ക് പകരക്കാരനായി മാറ്റിയപ്പോൾ നമ്മൾ സൽപ്രവർത്തികളിൽ, എന്താ അടുത്ത വാക്ക്? ശുഷ്കാന്തി.
ക്ഷീണിച്ച് അയ്യാ വേണേ ചെയ്യട്ടെ, അതിനാളുണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നല്ല, എനിക്കൊരു ശുഷ്കാന്തി ഉണ്ടാവണം സൽപ്രവർത്തികളിൽ. വേറെ വാക്ക് പറഞ്ഞു, മാതൃക. ബി എ ഗുഡ് എക്സാമ്പിൾ. നോട്ട് ചെയ്യപ്പെടുന്ന മാതൃക സൽപ്രവർത്തികളിൽ ഉണ്ടാകണം. മാത്രമല്ല പിന്നൊരു വാക്ക് പറഞ്ഞു, ഒരുങ്ങിയിരിക്കണം. ഞാൻ റെഡി ആയിട്ടിരിക്കുക, സാർ എപ്പോഴാ ഒന്ന് പറയുന്നത്, ഇതിനെ കൊണ്ട് വല്ലതൊക്കെ ചെയ്യാനൊരു അവസരം കിട്ടുന്നത് എപ്പോഴാ, ഈ ശുശ്രൂഷയ്ക്ക് ഒരു അവസരം എനിക്ക് ഐ ആം റെഡി, എനിക്ക് ഒരുങ്ങിയിരിക്കുക. അല്ലെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ വിസിറ്റിന് അവിടെ ചെന്നപ്പോ അവിടുത്തെ അങ്കിള് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് വന്ന്, ഞാൻ അന്നേരം റെസീറ്റ് ഒക്കെ എഴുതി കൊടുത്തു. അപ്പൊ എന്നോടൊരു വാക്ക് പറഞ്ഞു, എന്നെ ഞാനിതേ ഒരു കവറിനകത്തിട്ട് മാറ്റി സൂക്ഷിച്ചങ്ങ് വെച്ചിരിക്കുക, എപ്പം വന്നാലും റെഡിയാന്ന്, നേരത്തെ റെഡിയാക്കി, ഹീസ് റെഡി, ഒരുങ്ങിയിരിക്കുക. അത് എപ്പം വന്നാലും കുഴപ്പമില്ല. ചിലർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോ ഇനിയും കൊടുക്കണമല്ലോ, എന്തോ ചെയ്യും. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു 2000 രൂപ കൊടുക്കുന്ന വലിയ പ്രയാസം. പക്ഷെ മോൻ ഷോപ്പിങ്ങിന് പോകാൻ നേരത്ത് പറയാം, കുഞ്ഞെ കുറഞ്ഞൊന്നും വാങ്ങിക്കല്ലേ, നല്ലതൊരു 20,000 രൂപ ഞാൻ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ടേ, വാങ്ങിച്ചോളാനെ 20,000-ന്. പക്ഷെ കർത്താവിന് 2,000 എന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയൊരു മടിയാ. അത് നമ്മുടെ വിഷയമായിട്ട്. പക്ഷെ ഇവിടെ പറഞ്ഞത് മാതൃക, ശുഷ്കാന്തി, ഒരുക്കം, ഉത്സാഹം, മുമ്പന്മാർ. ഐ വാണ്ട് ടു ഡു ദിസ് ഫസ്റ്റ്. എനിക്കിതാ ചെയ്യണം. ഐ ആം ഇൻ ദ ഫസ്റ്റ്. കർത്താവിന് അവൻ നമ്മെ വീണ്ടെടുത്തു, അധർമ്മത്തിൽ നിന്ന് രക്ഷിച്ചു. മുമ്പേ നമ്മൾ ആയിരുന്ന ഒരു നീണ്ട കാര്യങ്ങൾ, സകല ലോക മോഹങ്ങൾ ഭോഗങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നവരെ സ്വന്തം അവൻ നമുക്ക് പകരക്കാരനായി തീർന്ന് നമ്മെ രക്ഷിച്ചത് സൽപ്രവർത്തികളിൽ ആയിരിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ ഒന്ന്, അവൻ നമ്മെ രക്ഷിക്കുന്നു. നോക്കിയാട്ടെ 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും അതിന്റെ 13-ാമത്തെ വാക്യം നോക്കാം. 12 അല്ല, 13-ന്റെ അവസാന ഭാഗം എല്ലാം അവിടെ വായിക്കണ്ടല്ലോ. നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ഈ ദൈവവചനം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തെന്താ? ശിക്ഷിച്ചു. അടുത്ത വാക്ക് ശിക്ഷിക്കുകയല്ല ചെയ്യുന്ന, സത്യത്തിൽ ശിക്ഷിച്ച് വളർത്തുന്നു. ഈ ശിക്ഷ എന്ന് പറയുന്നത് നമ്മെ ഉപദ്രവിക്കാനല്ല, നമ്മെ മുറിപ്പെടുത്താനല്ല, എന്തിന്? വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശിക്ഷയാണ്. അതിന് ഞാൻ വേറൊരു വാക്ക് പറയട്ടെ, ശിക്ഷിച്ചു വളർത്തുന്നില്ല, നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവൻ നമ്മെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ കുറവുള്ള ഒരാളിനാണ് ശിക്ഷ കൊടുക്കുന്നത്. ശിക്ഷ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തും, കുറവ് മാറും. എന്ത് ചെയ്യും? അപ്പോൾ വളരും. ദൈവഭക്തിയിൽ വളരുന്നതിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ശിക്ഷ. എന്ത്? തെറ്റുകളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി നമ്മെ നടത്താൻ വേണ്ടി. അപ്പോൾ നാം ഇപ്പോൾ നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്, അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. നാം എന്തിനു വേണ്ടി ശിക്ഷിക്കുന്നു എന്ന് നോക്കുമ്പോഴാണ് ശിക്ഷയുടെ പ്രയോജനം മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിൽ അവിടെ എഴുതി, ഈ ലോകത്തിൽ സുബോധത്തോടും. അപ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു വിശദീകരണം വേണ്ട. എങ്ങനെ വേണം? സുബോധം. അപ്പനെ കുറിച്ച്, ഭവനത്തെ കുറിച്ച്, എന്റെ തെറ്റിനെ കുറിച്ച് ബോധം വരുന്നൊരു സമയമാണ് ഈ സുബോധം. സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണം. മൈ ഡെയിലി ലൈഫ്, അനുദിന ജീവിതത്തിൽ ഞാൻ ദൈവഭക്തിയോടെ ജീവിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ആ ദൈവഭക്തിയോടെ ജീവിച്ചെന്ത് ചെയ്യണം? വളരണം. അതിനുവേണ്ടി എന്ത് തരുന്നു? ഒരു ശിക്ഷ തരുന്നു. അതിനെ ഞാൻ ഡിസിപ്ലിൻ ചെയ്യുന്നു എന്നുള്ളൊരു വാക്ക് പറഞ്ഞ് മാറ്റിക്കൊള്ളട്ടെ. അപ്പോൾ 2, ദൈവം നമ്മളെ ചെയ്യുന്ന, അവൻ നമ്മെ രക്ഷിക്കുന്നു. 2, ആ വാക്കിന്റെ ഒരു ഇതിനു വേണ്ടി, ഓർഡറിന് വേണ്ടി ഞാൻ പറയട്ടെ, അവൻ നമ്മെ ശിക്ഷിക്കുന്നു. ആ ശിക്ഷ നമ്മൾ ഉപദ്രവമല്ല, വളർച്ചയ്ക്ക് വേണ്ടി, ദൈവഭക്തിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പോൾ കർത്താവ് നമ്മളെ രക്ഷിക്കുന്നു, കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നു. രക്ഷ നമ്മുടെ ഒരു അവസ്ഥാ മാറ്റമാണല്ലേ, നമ്മുടെ പൊസിഷൻ മാറുക. ദൈവമക്കൾ എന്ന പൊസിഷനിലേക്ക് നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനം കിട്ടിയാൽ മാത്രം പോരാ. ദൈവമക്കളാകുന്നവരെല്ലാവരിലും ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ, നമ്മുടെ താല്പര്യങ്ങളിൽ, നമ്മുടെ ഒരു വാഞ്ചയിൽ, ദിവസം തോറുമുള്ള നമ്മളുടെ സ്വഭാവ രീതിയിലൊക്കെ ഒരു മാറ്റമുണ്ടാകണം. ഇൻ അവർ ആറ്റിറ്റ്യൂഡ്, ആപ്പിറ്റൈറ്റ്, ആംബിഷൻ, ആക്ഷൻ എല്ലാം നമുക്കൊരു മാറ്റമുള്ളവരായി തീരണം. അതാണ് ദൈവം നമ്മളെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഓരോ ദിവസവും
നമ്മൾ എങ്ങനെയാകണം എന്നുള്ളത് നമ്മൾ ഈ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ നോക്കിയല്ലോ. വിവിധ നിലയിലുള്ള ആളുകൾ അവിടെ നമ്മൾ കണ്ടു. ഒരു വാക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് നമ്മൾ ആരോഗ്യമുള്ളവരായി തീരേണ്ടത്? അങ്ങനെയാണ് 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. കർത്താവ് ആഗ്രഹിക്കുന്നതാ നാം ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന്. ഈ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം പറയുന്നത്, അവൻ നമ്മെ നേരെ ദുഷ്ടലോകത്തിൽ നിന്നും, അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ നമ്മെ ദുഷ്ടലോകത്തിൽ നിന്നും, 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ എത്തുമ്പം, ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കേണ്ടതിന്. അപ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇനി നിങ്ങൾ ലോകത്തിന് അനുരൂപരായി നടക്കരുത്. അപ്പൊ ദുഷ്ടലോകത്തിൽ നിന്നും അവൻ നമ്മെ വീണ്ടെടുത്തു, അവൻ നമ്മെ ശിക്ഷിച്ച് ഓരോ ദിവസവും വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ അതിലേക്ക് തിരിച്ചു പോകാനല്ല. പിന്നെ എന്തിനു വേണ്ടി? അവൻ നമ്മെ വീണ്ടെടുത്തത് സ്വന്തം ജനമാക്കി ശുദ്ധീകരണമുള്ളവരായി തീരാൻ. നോക്കിയേ, 14-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ വരിയോട് ചേർന്ന് വരുന്നത്, സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്, അങ്ങനെയുള്ള വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, ശുദ്ധീകരിക്കേണ്ടതിന്. അപ്പോൾ അവൻ നമ്മൾ സാങ്ക്ടിഫൈ ചെയ്യുന്നു, നമ്മളെ ശുദ്ധീകരിക്കുന്നു. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സെപ്പറേഷൻ മാത്രമല്ല, ദിവസം തോറും ദൈവത്തോട് ചേർന്നൊരു ഡിവോഷനിൽ ജീവിക്കുകയും കൂടെ ചെയ്യുന്നതിന് നമ്മെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഇസ് നോട്ട് ഓൺലി എ സെപ്പറേഷൻ ഫ്രം സിൻ, but also a daily devotion to God. That is a sanctification. ഞാൻ കർത്താവിന്റെ വകയായി തീർന്നു, ഇനി എനിക്കൊരു കുഴപ്പവുമില്ല, ഇനി എങ്ങനെ ജീവിച്ചാലും, അങ്ങനെയും പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നാൽ ഇനി നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ഇഷ്ടം പോലാകാം. അല്ല, കർത്താവിന്റെ വകയായി തീർന്നു കഴിഞ്ഞാലാണ് പിന്നാണ് നമ്മുടെ ജീവിതം നന്നായി പോകേണ്ടുന്നത്. കർത്താവിന്റെ വകയായി തീരുന്നത് വൺ ടൈം ആക്ട് ആണെങ്കിൽ അനുദിന ജീവിതത്തിൽ യു മസ്റ്റ് ഹാവ് എ ഡിവോഷൻ. കർത്താവുമായി ഒരു ധ്യാനത്തിൽ, കർത്താവുമായി വിശുദ്ധിയിൽ അനുദിനം ജീവിക്കുന്ന ഈ 14-ാമത്തെ വാക്യത്തിൽ എല്ലാം കൂടെ കാച്ചിക്കുറുക്കി ഒന്നിച്ചപ്പോ, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? ഒരു സൽപ്രവർത്തികൾക്കായി മുന്നൊരുക്കിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട നാം എങ്ങനെയായിരിക്കണം? സ്വന്തം ജനമായി, അവിടെ ഞാൻ ആ വശങ്ങളിലേക്ക് പോകുന്നില്ല, അവൻ സ്വന്തം ജനമാക്കി നമ്മെ തീർത്തത് തനിക്ക്, അടുത്ത വാക്ക, ശുദ്ധീകരിക്കേണ്ടതിന്. അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് തന്നെ തന്നെ നമുക്ക് വേണ്ടി കൊടുത്തു. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ചൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. കർത്താവ് സകല അധർമ്മത്തിലും പാപങ്ങളിലും നിയമവിരുദ്ധമായി ജീവിച്ചിരുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ കൊടുത്ത് അവൻ നമ്മെ വീണ്ടെടുത്തത് അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ നമ്മെ തന്നെ ജീവിച്ച് സൽപ്രവർത്തികളിൽ മാതൃകയും ശുഷ്കാന്തിയും സൽപ്രവൃത്തിയും മറ്റുള്ളവർ നമ്മുടെ പ്രവർത്തികൾ കണ്ടതിന് ശേഷം ഈ ദൈവവചനവും നാം നേടിയ രക്ഷയും മനോഹരമാണെന്ന് നമ്മെ കണ്ട് പറയത്തക്കവണ്ണം ഒരു സുവിശേഷത്തിന്റെ 5-ാമത്തെ സുവിശേഷമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ, പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ നാമം കണ്ടുകൊണ്ട് അവർ മഹത്വപ്പെടണം. ഈ കർത്താവ് എത്ര വലിയവനാണെന്ന് എന്നെ കണ്ട്, എൻ്റെ ഇടപാട് കണ്ട്, എൻ്റെ ജീവിതം കണ്ട്, എൻ്റെ സ്വഭാവം കണ്ട് പറയത്തക്കവണ്ണമുള്ള ഒരു അനുഭവത്തിന് വേണ്ടി കർത്താവ് എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയിലേക്ക് നാം ഇങ്ങനെ വളർന്നു വരണമെന്ന ഒറ്റ വാക്യത്തിൽ എത്ര ആഴമായിട്ടാണ് അപ്പോസ്തലൻ തീത്തോസിനോട് പറയുന്നത്. അവിടെയുള്ള ജനത്തെ നിങ്ങൾ ഈ നിലയിൽ ആരോഗ്യമുള്ള ദൈവമക്കളായി, ക്രിസ്ത്യാനികളായി നിർത്താനിടയായി തീരണം. 3-ാമത്തെ വാക്കിലേക്ക് നമുക്ക് നോക്കാം. 12-ാമത്തെ വാക്യം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്, അങ്ങനെ പറഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ 1, അവൻ നമ്മെ രക്ഷിച്ചു. 2, അവൻ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. 3, അവൻ നമ്മെ പക്ഷമാക്കി തീർക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടല്ലേ, തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി നാം എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. അവിടെ പറഞ്ഞ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്. അപ്പൊ നാം വെയിറ്റ് ചെയ്യുക. എന്താ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നാം കാത്തിരിക്കുന്നത്? എന്തോ കണ്ണിന് കാണാൻ കൊള്ളാവുന്ന എന്തെങ്കിലും അവിടെ കാണാൻ പോവുകയല്ല ചെയ്യുന്നത്. കർത്താവ് വരുമ്പോൾ അവൻ നമ്മെ തന്നോടുകൂടെ ചേർക്കും.
അതിനാ ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിച്ച്, അവൻ നമ്മെ പക്ഷമാക്കി തീർക്കുന്നു, അവൻ നമ്മെ രക്ഷിക്കുന്നു, അവൻ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു, അവൻ തന്റെ പക്ഷമാക്കി നമ്മെ തീർക്കുന്നു. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ഇന്നുള്ള കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ ജീവിക്കുന്ന നമുക്ക് അതിൻ്റെ മേൽ സന്തോഷമെന്ന്, ഒരു നിമിഷം ഞാൻ എൻ്റെ കർത്താവിനോടൊപ്പം അവന്റെ അരികിൽ അവൻ നമ്മെ ചേർക്കാൻ വേഗം വരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യാശയായി നമ്മുടെ ഹൃദയത്തിൽ, അല്ലെ? വിശ്വാസി എപ്പോഴും കാത്തിരിക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവനെ മുഖാമുഖമായി കാണുമെന്നുള്ള വലിയൊരു സന്തോഷത്തില്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നത്, അവൻ വരുന്ന നാളിൽ നാം അവനോട് സദൃശന്മാരായി തീരുമെന്നാണ് 1:3 പറഞ്ഞിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളൊക്കെ നമുക്ക് കാണാതെ വരാം, അല്ലെ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം അവനോടുകൂടെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്നാ പറഞ്ഞിട്ട്, അവരുടെ പ്രത്യക്ഷതയിൽ പിന്നെ നാം അവന്റെ പക്ഷമായി തീർന്ന് എപ്പോഴും അവനോട് കൂടെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ചെല്ലും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ നമ്മുടെ ഈ ബേസ് എന്ന് പറയുന്നത്, അതിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ മണ്ടയ്ക്കാ നമ്മുടെ ദൈവകൃപ. എന്ത്? അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വിശുദ്ധിക്ക് വേണ്ടി രക്ഷിച്ചു. അനുദിന ജീവിതത്തിൽ മുമ്പെയുള്ള ലോകത്തിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അവനോട് ചേർന്ന് നാം ശിക്ഷിച്ചവൻ നമ്മെ വളർത്തുന്നു. ഇനി ഒരു വലിയ പ്രത്യാശ, അവന്റെ വരവിങ്കൽ അവനെ മുഖാമുഖമായി കാണാൻ അവനോടൊപ്പം നാം തീരുമെന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിനകത്ത് തരുന്നു. ഇതിന്റെ മുകളിലാ നാം ദൈവകൃപയിൽ ദിനംതോറും ജീവിച്ചു വരുന്നത്. ഫിലിക്സ് ബ്രൂക്സ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് കഠിന രോഗബാധിതനായി കിടക്കുന്ന സമയം ആരെയും മീറ്റ് ചെയ്യാൻ, കാണാനായിട്ട് അനുവദിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ തൻ്റെ ഒരു സുഹൃത്ത്, നിരീശ്വരവാദിയാണ്, റോബർട്ട് ഇംഗർസോൾ, കാണാനായിട്ട് വന്നു. അപ്പോൾ ഈ ബിഷപ്പിന് വളരെ നിർബന്ധം, എനിക്ക് ഇംഗർസോളിനെ കാണണം. അപ്പോൾ അവരുടെ പെർമിഷൻ വാങ്ങി കാണാനായിട്ട് അദ്ദേഹം അകത്ത് വന്നപ്പോൾ ഇംഗർസോൾ തന്റെ കൂട്ടുകാരനോട് ഒരു കാര്യം ചോദിച്ചു. മറ്റ് സ്നേഹിതരെ ആരെയും അകത്ത് കടന്നു വരാനും കാണാനും അനുവദിക്കാതെ എന്നെ മാത്രം എന്താ അകത്ത് വന്ന് കാണാനായിട്ട് താങ്കൾ അനുവദിച്ചത്? അപ്പോൾ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, എൻ്റെ മറ്റു സുഹൃത്തുക്കളെയൊക്കെ ഞാൻ ഇപ്പൊ കണ്ടില്ലേലും എനിക്ക് വലിയ പ്രശ്നമില്ല. കാരണം അവരെയൊക്കെ നിത്യതയിൽ കാണാമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ നിന്നെക്കുറിച്ച് എനിക്ക് ആ ഉറപ്പില്ല. ഇപ്പോ ഞാൻ കണ്ടില്ലെങ്കിൽ ഇന്നോ നാളെയോ എങ്ങാണം ഞാൻ ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോയാൽ ഇന്നായിരിക്കും നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച. ഇനി നമ്മൾ തമ്മിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ ഇനി കാണത്തില്ല. നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച ആയതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് എന്നെ ഡോക്ടർ അനുവദിക്കുന്നില്ലെങ്കിലും കാണാൻ വേണ്ടി വിളിച്ചത്. അന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതൊരു വലിയ ചിന്തയ്ക്ക് ഇടയായി തീർന്നു. ഞാൻ ഇന്നുകൂടെ ആണല്ലോ ഈ ക്ലാസ് അനുവദിച്ചിരിക്കുന്നത്. ഞാൻ ഒരു വാക്ക് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, ഇതില് 176 ഡിവൈസിലായിട്ട് അതിന്റെ ഇരട്ടിയെങ്കിലും ആളുകൾ കേൾക്കുന്നുണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഈ ഉറപ്പുള്ളവരായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ഇന്ന് ഈ ലോകത്ത് മാറ്റപ്പെട്ടാൽ, കർത്താവേ എനിക്ക് എന്നെ രക്ഷിച്ച് അനുദിന ജീവിതത്തിൽ എന്നെ ശിക്ഷിച്ചു വളർത്തുന്ന ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് നാം അവനോട് കൂടെ, അവന്റെ വരവിങ്കൽ അവനോട് കൂടെ അവിടെ കാണുമെന്ന് ഹൃദയത്തിനകത്ത് പൂർണ്ണമായും ഉറപ്പോടുകൂടാണോ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്? അതിന് കർത്താവ് നമ്മളെ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മുൻപോട്ടുള്ള 3-ാം അധ്യായത്തിലേക്ക് ഞാൻ ഇന്നിനി പ്രവേശിച്ചാൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഇന്ന് ഈ ഒരു നല്ല ചിന്തയോടുകൂടെ അവസാനത്തോടെ അവസാനിപ്പിക്കുമ്പോൾ എങ്കിലും ഒരു നിമിഷം ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ കൂട്ടത്തിൽ ഈ അധർമ്മത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടെന്ന് ഉറപ്പില്ലാതെ രക്ഷയുടെ പൂർണ്ണമായ സന്തോഷം അനുഭവിക്കാത്തവരായിട്ട് ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അവൻ നമുക്ക് പകരക്കാരനായി, ഹി ബിക്കെയിം അവർ സബ്സ്റ്റിറ്റ്യൂട്ട്, അവൻ പകരക്കാരനായി അവൻ നമ്മെ വീണ്ടെടുത്തു. അവൻ നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലായി കർത്താവ് നമ്മളെ എന്നാൽ അതിനേക്കാൾ പ്രധാനം രക്ഷിക്കപ്പെട്ടവരായി ജീവിക്കുക, അനുദിന ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാനായി ദിവസം തോറും ദൈവഭക്തിയിൽ വളരുന്നവരായി ജീവിച്ച്
മറ്റുള്ളവർ നമ്മളെ കണ്ട് ഇതൊരു മനോഹരമാണെന്ന് പറയാൻ കഴിയുന്ന ഒരു ജീവിതത്തിൽ അവന്റെ പ്രത്യാശ, അവന്റെ വരവിങ്കൽ അവനെ കാണുവാൻ കർത്താവിനോടൊപ്പം അവന്റെ പക്ഷമായി അവൻ നമ്മെ രക്ഷിച്ചു, അവൻ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു, നാം അവന്റെ പക്ഷമായി തീരുമെന്നുള്ള വലിയ ഒരു ബോധത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ വരുന്ന നാളിൽ തന്റെ കരം പിടിച്ച് തന്റെ മാർവോട് ചേർത്തിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തു ഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തു ഘോഷിക്കും സന്തോഷത്താ. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, കാന്താവേഗം നീ വന്നിടണേ. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, കാന്താവേഗം നീ വന്നിടണേ. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമായിരിക്കട്ടെ, കർത്താവേ കാന്ത നീ വേഗം വന്നിടണേ. അന്ന് ആ സമൂഹത്തോടൊപ്പം അവന്റെ പക്ഷമായി തീർന്ന് കർത്തനോട് ചേർന്ന് ഞാൻ ഏറെ സന്തോഷിക്കും. ഇന്ന് രോഗമുണ്ട്, ഭാരമുണ്ട്, വേദനയുണ്ട്, അസ്വസ്ഥതയുണ്ട്, വല്ലാതെ ഭാരപ്പെടുന്നവരൊക്കെ ആയിരിക്കാം. അതിന്റെ നടുവിൽ ഈ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിനം ഞാൻ ആരോഗ്യമായിരുന്നാലും ഒരു ദിവസം ഈ ലോകത്ത് മാറ്റപ്പെടും, രോഗിയായിരുന്നാലും ഒരു ദിവസം മാറ്റപ്പെടും. പക്ഷെ ഞാൻ മാറിയാൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ? ആ സമൂഹത്തോടൊപ്പം അവൻ വന്ന് എൻ്റെ കരം പിടിച്ച് മാറോട് ചേർക്കുന്ന, അതിന് പൂർണ്ണബോധ്യമുള്ളവരായി ജീവിക്കുന്നെങ്കിൽ അവന്റെ മാറോട് അവൻ നമ്മെ ചേർക്കുമെന്ന്, അവന്റെ പക്ഷമാക്കി തീർക്കുമെന്ന് പൂർണ്ണബോധ്യമുണ്ടെങ്കിൽ ഈ വേദനയുടെയും ദുഃഖത്തിന്റെയും ഭാരത്തിന്റെയും കഷ്ടത്തിന് നടുവിൽ ദൈവത്തിന് സ്തോത്രം പറയുന്നവരായി പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. അന്ന് ഞാൻ സന്തോഷിക്കും, കണ്ണുകൾ കൊതിച്ചിടുന്നേ. ഇന്ന് നമുക്ക് അങ്ങനെ പറയണം, കർത്താവേ എന്റെ കണ്ണ് കൊതിക്കുന്നേ, എന്റെ ഉള്ളം തുടിക്കുന്നേ നിന്റെ വരവിനായി. എന്ന് നീ വരുമോ എന്നെ ചേർപ്പാൻ നാഥ എന്നുള്ള ആഗ്രഹത്തോടുകൂടെ. അങ്ങനെയാണെങ്കിൽ ആ കഷ്ടതകൾ ഏറുന്ന ഓരോ ദിവസവും കാന്ത നീ വേഗം വന്നിടണേ, നീ വേഗം വന്നിടണമേ എന്നുള്ള പ്രാർത്ഥനയും ആഗ്രഹത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.